ഭഗവാന്റെ ദിവ്യപത്നിയാണ് രാധാറാണി. സ്നേഹത്തിന്റെയും ഭക്തിയുടെയും നിസ്വാർത്ഥതയുടെയും പ്രതീകാണ് ശ്രീമതി രാധാറാണി. ഒരേ ആത്മാവിന്റെ രണ്ട് വ്യത്യസ്തമായ രൂപമാണ് രാധയും കൃഷ്ണനും. ഒരേ മനസ്സ്, ഒരേ ബുദ്ധി, ഒരേ ഹൃദയം, ഒരേ ആത്മാവ്. ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി. എല്ലാ ശക്തികളുടെയും ഉറവയാണ് രാധാറാണി. ഭഗവാൻ അപ്രാപ്യനാണ്. ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നാ പറയാ. യോഗികൾ പോലും അനേകായിരം കൊല്ലം തപസ്സിരുന്നാൽ പോലും ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഭഗവാൻ പാദസേവനം ചെയ്യുന്ന രാധാറാണിയുടെ കാര്യം പറയണോ? ഒട്ടും കാണാൻ സാധിക്കില്ല എന്നാ പറയാ. ഭഗവാൻ എപ്പോഴാണ് ലീലാ പുരുഷോത്തമനാകണത്? ഭക്തരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭഗവാനെ ആനന്ദിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധിക്കില്ല. അനന്തമാണ് ഭഗവാൻ. കാലത്തിന് പോലും ഭഗവാനെ അളക്കാൻ സാധിക്കില്ല. ഈ ജഗത്പതിയാണ് ഭഗവാൻ. ഈ ജഗത്തിന്റെ സൃഷ്ടാവാണ് ഭഗവാൻ. അപ്പോ ആ ജഗത്പതിയായ ഭഗവാൻ ആരുടെ സ്നേഹത്തടവറയ്ക്കുള്ളിലാണ് കഴിയണത്? രാധാറാണിയുടെ. ആ സ്നേഹത്തടവറയ്ക്ക് ഉള്ളില് ഭഗവാൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാ പറയാ. താനൊരു പരമദൈവമാണെന്നുള്ള സത്യമൊക്കെ മറന്ന് ഭഗവാൻ ഇങ്ങനെ രാധാറാണിയുടെ പിന്നാലെ നടക്കും. അതാണ് ആ ശക്തിയുടെ പ്രഭാവം. അതാണ് ശ്രീമതി രാധാറാണി. ഗോലോകേശ്വരിയായ ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയായ രാധാറാണിയുടെ നാമങ്ങൾ ജപിക്കാൻ പ്രത്യേക നിയമങ്ങളോ നിബന്ധനകളോ ഒന്നും തന്നെയില്ല. ജാതി മത ഭേദമന്യേ ആർക്കു വേണമെങ്കിലും രാധാറാണിയുടെ നാമം ജപിക്കാം. അപ്പൊ എല്ലാവരും ജപിക്കുക. രാധേ രാധേ. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.